നല്ല മാർക്കുള്ള കാൻഡിഡേറ്റ്സൊക്കെ ആയിരുന്നു അവർ. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുന്ന അന്ന് രാവിലെ ഒരു 4:30 തൊട്ട് എനിക്ക് വൊമിറ്റിങ്, അതുകൊണ്ട് വയറിന് പ്രശ്നം, ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. എപ്പോഴും വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഞാൻ വിചാരിച്ചു ഈ ജോലി എനിക്ക് തന്നെയുള്ളതാണ്, എനിക്കുള്ള സാക്ഷ്യമാണിതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒരു തരത്തിലാണ് എൻ്റെ ബ്രദർ എന്നെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യിക്കാൻ കൊണ്ടുപോയത്. അവിടെ ഇരുന്നപ്പോഴും ഞാൻ പോയ വഴിക്കുമെല്ലാം ഞാൻ അച്ഛൻ്റെ ധ്യാനം, സാക്ഷ്യങ്ങൾ, പ്രാർത്ഥനകൾ മാത്രമാണ് കേട്ടോ. ഇടയ്ക്ക് മാത്രം ഇച്ചിരി ടോപ്പിക്കൊക്കെ നോക്കുമായിരുന്നു. അവിടെ ചെന്ന് 7 കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. കോളേജിലോട്ട് കയറുന്നതിന് മുമ്പ് ഞാൻ ഉപ്പ് ആരും ചവിട്ടാത്തൊരു സ്ഥലത്തിട്ടിട്ട് ഞാൻ പറഞ്ഞു, ഹിതമുണ്ടെങ്കിൽ എനിക്ക് ഈ ജോലി തരണമെന്ന് പറഞ്ഞ് ഞാൻ പോയി. എൻ്റെ സർട്ടിഫിക്കറ്റിലെല്ലാം കുരിശ് രൂപം വരച്ചു. ഞാൻ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. അതിന് മുമ്പ് എക്സാം ഉണ്ടായിരുന്നു. 25 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 25-ൽ ഒരു ക്വസ്റ്റ്യൻ പോലും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ എഞ്ചിനീയറിംഗ് കാലയളവിൽ പഠിച്ചിട്ടുള്ളതായ യാതൊരു ബന്ധമുള്ള ഒരു കാര്യം പോലും ഇല്ലായിരുന്നു. 1-2 ക്വസ്റ്റ്യൻ നോക്കി മറുപുറം നോക്കിയപ്പോഴും എനിക്കറിയില്ല. ഞാൻ എന്നാ ചെയ്തു, ക്വസ്റ്റ്യൻ വായിക്കാതെ കാശുരൂപം വെച്ച് മനസ്സ് തോന്നിയ ആൻസറുകളൊക്കെ ആരോ പറയുന്ന പോലെ ഒരു ഉത്തരങ്ങളൊക്കെ നോക്കി ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഡെമോ ക്ലാസ് ആയിരുന്നു. ഡെമോ ക്ലാസ്സിലും എല്ലാവരും അവിടെ നിന്ന് വലിയ സർക്യൂട്ടൊക്കെ വരച്ച് പഠിച്ച് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ഒരു ചെറിയ ടോപ്പിക്, മോഡുലേഷൻ, ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ചവർക്കറിയാം. മോഡുലേഷൻ എന്ന് പറയുന്ന ഒരു പൊടി കൊച്ചിന് പോലും നമ്മുടെ ഹൈസ്കൂൾ ലെവലിൽ പഠിക്കുന്ന മോഡുലേഷൻ എന്ന് പറയുന്ന ഒരു ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്ക് മാത്രം ഞാൻ പഠിപ്പിച്ചു. അത് പഠിപ്പിച്ചപ്പോഴും ഞാൻ കാശുരൂപം കൈപ്പിടിച്ചാണ് ഞാൻ പഠിപ്പിച്ചത്. നല്ല ശബ്ദത്തിൽ തന്നെ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു. അതിനുശേഷം വീണ്ടും ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഈ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്ന സമയത്ത് ഇവിടെ എല്ലാവരും സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളെ മുൻപരിചയമുള്ള ആൾക്കാരെ പോലെയാണ് അവർ നമ്മുടെ അടുത്ത് സംസാരിക്കും. അപ്പോൾ ഞാൻ ഓർത്ത്, എൻ്റെ ദൈവം എന്നെ നല്ല പരിചയമുള്ള പോലെയാണല്ലോ ഇവർ അതൊക്കെ മാതാവിൻ്റെ അടയാളങ്ങളാണ്. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു തിരിച്ചു പോന്നു. ചൊവ്വാഴ്ച ഞാനിവിടെ ധ്യാനം ഒരു ഉച്ച കഴിഞ്ഞാണ് കൂടാനിരുന്നത്. മൊബൈൽ കൂടുന്ന സമയത്ത് തുടങ്ങിയ സമയത്ത് എൻ്റെ മനസ്സിലൊരു ഉൾവിളി വന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച്, എൻ്റെ ദൈവമേ എനിക്ക് ദാനമായി തന്നിരിക്കുന്ന മക്കളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് വിചാരിച്ചു. എനിക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ല 4 വർഷമായിട്ട്. എന്നിട്ടും എനിക്കിങ്ങനെ ഒരു തോന്നൽ വന്നപ്പം ഞാൻ വിചാരിച്ചു കോളേജിലെ കുട്ടികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെന്ന് വിചാരിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു 1 മണിക്കൂറോളം ധ്യാനം കൂടിയപ്പോൾ പ്രിൻസിപ്പൾ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ സെലക്റ്റായി എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അങ്ങ് കരഞ്ഞു. ഞാൻ